അങ്ങനെ ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. പ്രൊമോയിൽ കാണിക്കുന്നത് ഇന്നത്തെ ടാസ്കിൻ്റെ ബാക്കിയാണ്. നാട്ടുരാജാവ് എന്ന് പറഞ്ഞ ടാസ്കിൻ്റെ ബാക്കിയാണ് നാളെ കാണിക്കുന്നത്. അതിലാദ്യം രാജാവായിട്ട് വരുന്നത് ജിൻഡോയാണ്. ജിൻഡോ രാജാവായിട്ട് വന്നിട്ട് കുറച്ച് തമാശകളൊക്കെ പറയുന്നു. അങ്ങനെ കുറച്ച് ഗെയിമൊക്കെ അതിനകത്തിൽ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, അങ്ങനെ കസേരകളി, അങ്ങനെ കുറച്ച് ഗെയിമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ജാസ്മിൻ രാജാവായിട്ട് വരുന്നതാണ്. അത് ബിഗ് ബോസ് തന്നെ മാറ്റുന്നതാണോ അതോ ഇവർ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ്? എന്തോ രാജാവ് മാറുന്നുണ്ട്. പിന്നെ ഇത് ജാസ്മിൻ രാജാവായിട്ട് വന്നിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അത് പ്രജകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സിജോ വന്നിട്ട് ആ ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് ആ ദണ്ടൊക്കെ മേടിക്കുന്ന ഇതൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണാം. സിജോയും ഋഷിയും അതുപോലെ അഭിഷേകമൊക്കെ ജാസ്മിനോട് ഉടക്കുന്നതൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണാം. ജാസ്മിനുമായിട്ടൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സിജോ ഉടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതൊക്കെ അത് കാണാം. എന്തായാലും ഇതിനകത്തിൽ വലിയ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഉടക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ലൈവ് കണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. ബിഗ് ബോസിൻ്റെ പ്രൊമോ അല്ലേ, നമുക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു പ്രൊമോ കാണിക്കുന്നത് ഒരു വലിയൊരു ഹൈലൈറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കാണിക്കും. പക്ഷേ നമ്മൾ ചില സമയത്ത് പ്രൊമോ കാണുമ്പോൾ ഒന്നും കാണില്ല. പക്ഷേ ചില സമയത്ത് പ്രൊമോ എന്തെങ്കിലുമൊക്കെ കാണും അതിൽ. അപ്പോൾ അതുകൊണ്ട് പ്രൊമോ വരുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പം നാളെ ഇതൊക്കെയാണ് ഗെയിമിൽ നടക്കുന്നത്. നാളെ ഇനിയും മണി ബോക്സ് കൊണ്ട് വെക്കുമെന്ന് അറിയില്ല. കാരണം എല്ലാ സീസണിലും ഒരു മണി ബോക്സാണ് കണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സീസണിൽ 2 വെച്ചോ എന്നൊരു സംശയം, എന്താണെന്നറിയില്ല. ഇനി നാളെ മണി ബോക്സ് വരാനുള്ള ചാൻസ് ഉണ്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും നാളത്തെ ടാസ്കിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ബിഗ് ബോസ് ലൈവ് വാർത്തകൾ അറിയേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. താങ്ക് യു.